നമ്മുടെ ഞാറക്കുറക്കാരിനെ അലോപ്പതി മരുന്നൊക്കെ കാണിച്ചിട്ട് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും അവൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണാവസ്ഥയിലേക്കാണ് അവൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവൾ ചാടി എണീക്കണമായിരുന്നു. ഇപ്പോൾ അവളുടെ ഫ്രണ്ടിലെ കൈക്കും ചെറുതായിട്ട് ബലം കൊടുക്കാൻ ഒരു പ്രയാസമുള്ള പോലെയൊക്കെയാണ് അവളുടെ നിപ്പൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോമിയോ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് നല്ലൊരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. അപ്പോൾ മൃഗങ്ങൾക്കൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ഇതുപോലെ ഒരു 3 പൊടി തന്നു കേട്ടോ. അത് കാലത്തും വൈകുന്നേരവും പിറ്റേ ദിവസം കാലത്തും കൊടുക്കാൻ വേണ്ടി തന്നു. അപ്പോൾ അതെന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ശർക്കരയിൽ ഈ പൊടി ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ഒരു ബോൾ പരിവാക്കിയിട്ട് നമ്മൾ ആടുകൾ കൊടുക്കുക കേട്ടോ. ശർക്കര ആയതുകൊണ്ട് തന്നെ അവൾ നല്ല രീതിയിൽ തന്നെ ആടുകളെല്ലാം പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാറക്കുറക്കാരിക്ക് അത് നമ്മൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഡോക്ടർ ഒരു തുള്ളിമരുന്ന് തന്നു കേട്ടോ. അത് 5 തുള്ളി വീതം നമ്മുടെ ആടിന് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ ആടുകൾക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ആടുകളുടെ വായെല്ലാം പൊള്ളിപ്പോയുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പഴം എടുത്തിട്ട് ആ പഴത്തിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് ഒരു 5 തുള്ളി നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ഒഴിച്ച് നമ്മുടെ ആടുകൾ കൊടുക്കുമ്പോൾ ആട് പഴം മൊത്തത്തിൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ആട് നന്നായി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇതുപോലെ ഒരു പഴവും കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു റസ്ക്കും നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഐറ്റം മരുന്നാണ് നമ്മുടെ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ആടുകൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നേക്കണം കേട്ടോ. പിന്നെ നമ്മളോട് ഡോക്ടർ പറഞ്ഞത് ചെറിയ രീതിയിലുള്ള വേറൊരു കുഴമ്പ് പോലത്തെ ഒരു മരുന്ന് തന്നു കേട്ടോ. അപ്പോൾ ആ മരുന്ന് നമ്മുടെ ആടുകളുടെ എവിടെയാണോ ഏത് കാലിൻ്റെ വേദന ആ ഭാഗത്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് കുലുക്കി ഒന്ന് മിക്സ് ചെയ്യേണ്ടത്. അത് കുലുക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കളറിന് തന്നെ ഒരു വ്യത്യാസം വരും കേട്ടോ. അത് നമ്മുടെ ആടിൻ്റെ കാലിൽ ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ അത്യാവശ്യം രോമവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു. അങ്ങനെ അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മെല്ലെ ചൂട് പിടിച്ചു കൊടുക്കാനാണ് പറയണത്. നമ്മുടെ ആട്ടുംകൂട് പുകയ്ക്കുന്ന ആ തീയുടെ മുകളിലേക്ക് 2 ചകിരി എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് മെല്ലെ ഒന്ന് വീശി കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തീ പുകയുന്നതുകൊണ്ട് തന്നെ ഈ ചകിരി പെട്ടെന്ന് ചൂടാവും. എന്നിട്ട് ആ ചകിരി കൊണ്ട് ഇതുപോലെ നമ്മൾ പിടിച്ചു കൊടുക്കാണ്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂട് പിടിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂടാവും കേട്ടോ. നമ്മുടെ ആടിൻ്റെ തുടയിൽ നമ്മൾ കൈവച്ച് തൊട്ട് നോക്കിയാൽ തന്നെ നല്ല രീതിയിൽ ചൂട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നമ്മളെല്ലാ കാര്യം അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഞാറക്കുറക്കാരിനെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരൊറ്റ ശ്രമത്തിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ.